റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ്, എന്നും ആത്മീയ ആഹാരം, അല്ലെ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമുക്ക് ആത്മീയമായി അല്ലെങ്കിൽ ജീവിത പോരാട്ടത്തിൽ ഓരോ ദിവസവും ജയം തരുന്ന ചെറിയ ചെറിയ സന്ദേശങ്ങളാണ്. അത് എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ധാരാളം പേരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹകരമാണെന്ന് കേൾക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഒരു ചെറിയ സന്ദേശം ഇതാണ്: നമുക്ക് ബന്ധങ്ങൾ നിലനിർത്താൻ, അല്ലെങ്കിൽ കൂടുതലായി നാം സ്നേഹത്തിൽ മറ്റുള്ളവരുമായി നല്ല ഐക്യതയിൽ നല്ല ബന്ധത്തിൽ പോകാനായി നാം ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളുണ്ട്. അനുഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, നമുക്കറിയാം, നമ്മൾ ഒരിക്കലും നമ്മളിലുള്ള ക്യാരക്ടർ വേറൊരാളിൽ അടിച്ചേൽപ്പിക്കാൻ നാം ഒരിക്കലും ശ്രമിക്കരുത്. ഒരു പക്ഷേ നാം ബന്ധപ്പെടുന്ന വ്യക്തി നാം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലായിരിക്കത്തില്ല. അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ, അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ, ഇതെല്ലാം അവരെ സ്വാധീനിച്ചാണ് അവർ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കുന്നു അതുപോലെ അവരെ ആക്കാൻ നാം ശ്രമിക്കുമ്പോൾ അവിടെ വിള്ളലുണ്ടാകുകയാണ്, അവിടെ വിഷയങ്ങളുണ്ടാകുകയാണ്, അവിടെ ബന്ധം സ്പ്ലിറ്റ് ചെയ്യുകയാണ്, അവിടെ തകർക്കപ്പെടുകയാണ്. അതേസമയം ആ വ്യക്തി, ഇപ്പോൾ ഉദാഹരണം, നമ്മൾ വളരെ ക്ഷമാശീലമായ ഒരു വ്യക്തിയാണെങ്കിൽ, വളരെ എല്ലാ കാര്യങ്ങളും സമ്മേനമായി കേട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ, പെട്ടെന്ന് എടുത്ത് ചാടി പെട്ടെന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുക ഒരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങളൊരു ഫീൽഡിൽ ബന്ധപ്പെടുന്നതെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിൽ, കമ്പനിയിലായാലും ജോലി സ്ഥലത്തായാലും അനുദിന ജീവിതത്തിൽ നാം പരിചയപ്പെടുന്ന ഘട്ടങ്ങളിൽ പെട്ടെന്ന് നമുക്ക് അത് വളരെ ബുദ്ധിമുട്ട് വരും. നമ്മുടെ ആഗ്രഹം എന്തോ അവരെ ക്ഷമ കാര്യങ്ങളിലേക്ക് വരണമെന്ന്. പക്ഷെ നമ്മുടെ വളരെ ക്ഷമാപൂർവമായ സമീപനവും നമ്മുടെ ഇടപെടലുകളിലും ഒരു വലിയ മാറ്റം അവരിലേക്ക് വരും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അവരെന്തായിരിക്കുന്നോ ആ ഒരു കണ്ടീഷനിൽ, ആ ഒരു അവസ്ഥയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറ്റത്തില്ല, ആ പുള്ളി വളരെ ഇതാണ്, വലിയ ബുദ്ധിമുട്ട് ആ പുള്ളിയുമായിട്ട്, ആ ലെവലിൽ നമ്മൾ മാറ്റിക്കൊണ്ട് ആ വ്യക്തി അവരുടെ സാഹചര്യം കൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ബിഹേവിയറിൽ ആ വ്യക്തിക്ക് വ്യത്യാസം വരാൻ കഴിയും. ചിലരുമായി നാം സംസാരിക്കുമ്പോൾ അവർ വളരെ സ്ലോ ആയിരിക്കും. പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യണമെന്നും, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ വളരെ ആക്റ്റീവായിരിക്കും. നമുക്ക് അവരെ വേണം, നമ്മുടെ കരിയറിൽ ഏത് ഫീൽഡിലാണെങ്കിലും അവരെ വേണം. പക്ഷെ വളരെ എഴിഞ്ഞും വളരെ സാവധാനവും ഒരു പ്രസരിപ്പില്ലാത്ത ലെവലിൽ അവർ പെരുമാറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും, വളരെ പ്രയാസം തോന്നും. പക്ഷെ അവിടെയും നമ്മുടെ സമീപനം അവരാണെന്നും ഞാനല്ല അവർ, അല്ലെ ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല അവരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയും നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതങ്ങളിൽ അത് വളരെ നമുക്ക് പ്രയാസമുണ്ടാക്കും നമ്മളവിടെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ. കുടുംബജീവിതങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങളെപ്പോഴും പറയുന്നത്, രണ്ട് സാഹചര്യങ്ങളിൽ വരുന്നവരല്ലേ. ചിന്തിച്ച് നോക്കിയേ, ഒരു സ്ത്രീ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന്, ഈ രണ്ട് സാഹചര്യങ്ങളിൽ എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും മെറ്റീരിയലി, സ്പിരിച്വലി, മെൻ്റലി, ഇമോഷണലി എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ രണ്ടു പേരും പരസ്പരം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ കുടുംബജീവിതം അനുഗ്രഹകരമായി പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ അത് വ്യത്യസ്തം. ഇപ്പോൾ എൻ്റെ കുടുംബജീവിതങ്ങളിൽ തന്നെ എൻ്റെ നേരെ കോൺട്രാസ്റ്റ് ക്യാരക്ടറാണ് എൻ്റെ വൈഫിൻ്റെ. ഇപ്പോൾ എല്ലാ കുടുംബങ്ങളും, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്, അദ്ദേഹം ഒത്തിരി ആ കാര്യത്തിൽ ചിലപ്പോൾ അത്രയും താല്പര്യം, അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ വേറെയൊക്കെ ചില കാര്യങ്ങളായിരിക്കും മികവ് കാണിക്കുന്നത്. അപ്പോൾ ഏതിലാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കാം, അല്ലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് പരസ്പരം മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ജീവിതം നമുക്ക് പടുത്തുയർത്താൻ കഴിയും. ഒത്തിരി പ്രാർത്ഥിക്കുന്ന ദേവദാസന്മാർക്കുള്ള പ്രശ്നം, അവർ 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഭാര്യ 5 മണിക്കൂർ പ്രാർത്ഥിക്കണം, ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ല. അല്ലെങ്കിൽ അവർ എക്സർസൈസ് ചെയ്യുന്നവർ, അവർ പ്രത്യേകം ബോഡി ബിൽഡ് ചെയ്യുന്നവർ, അതേപോലെ ആ വൈഫും അതിലേക്ക് വരണം. അപ്പം ന്യായമായ ഗുണദോഷങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം. സ്നേഹത്തിൻ്റെ ഭാഷയിൽ തിരുത്താം. നമുക്ക് അവരാകാനൊക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ആ കൃപ അദ്ദേഹത്തിന് കാണത്തില്ലായിരിക്കാം. എന്നാൽ തന്നെയും ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഞാൻ 5 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, 1 മണിക്കൂർ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതി. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഓരോ കാര്യങ്ങളിലായിരിക്കും അവരുടെ മികവ്. അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അപ്പം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു തലത്തേക്കാൾ ഉപരി കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി നാം അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു റിലേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും.
അതങ്ങനെ തന്നെ നമ്മൾ സംസാരിക്കാണ്ടില്ല, എനിക്ക് ആ പുള്ളി ഒരിക്കലും ഉൾക്കൊള്ളാനൊക്കെ ഒന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളെയല്ല, ഞാൻ അങ്ങനെ ഒരാളെയല്ല വിചാരിച്ച്. കുടുംബജീവിതങ്ങളിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു ഭാര്യയല്ല. നിങ്ങൾ അങ്ങനെയുള്ളൊരു ഭാര്യയല്ല ചിന്തിച്ചത്, 100% കറക്റ്റാണ്. പക്ഷേ ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാര്യയാകാൻ, ആ ഭാര്യയെപ്പോലെ ആകാൻ നിങ്ങൾക്ക് ആ സ്ത്രീയെ മാറ്റാൻ കഴിയും. എനിക്കറിയാവുന്നൊരു വ്യക്തി, ഒരു ദൈവിക ശുശ്രൂഷകനാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും മികവുള്ളൊരു ഭാര്യ ആയിരുന്നില്ല. എല്ലാ കാര്യവും, ഭക്ഷണരീതികൾ, പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി വരുമ്പോൾ ചിലപ്പോൾ 12 മണിയാണ്, ചിലപ്പോൾ വൈകിട്ടായിരിക്കും ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുന്നത്, ഡിന്നർ രാത്രിയുടെ വലിയ സമയങ്ങൾ. പക്ഷേ അദ്ദേഹം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച ഒരു ഭാര്യയല്ല. ഇന്നത്തെ ഒരു കാലഘട്ടമാണെങ്കിൽ പെട്ടെന്ന് ഡിവോഴ്സിലെ ആ മൂമെൻറ്റിലേക്ക് പോകും. പക്ഷേ അദ്ദേഹം ഞാൻ അങ്ങനെ ആഗ്രഹിച്ച ഒരു ഭാര്യയല്ല, നമ്മൾ തള്ളിക്കളഞ്ഞില്ല, പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ്, പ്രയർ ആൻഡ് മിനിസ്ട്രിങ് അത് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൃത്യമായി 8 മണിക്ക് വേണോ 7 മണിക്ക് വേണോ 9 മണിക്കോ ആ ഭാര്യ വില്ലിങ് ആണ്. അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അതിലേക്ക് ആ സ്ത്രീ വരാൻ തുടങ്ങി. അപ്പം നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, പല കാര്യങ്ങളിലും ഡിവോഴ്സ്, ഞാൻ ഉദ്ദേശിച്ചൊരു ഭാര്യയല്ലായിരുന്നു, ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ അല്ല ഉദ്ദേശിച്ച്. ഇതുപോലെ അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ആക്കാൻ കഴിയും. അതിന് ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാൽ പ്രാർത്ഥന, നമ്മുടെ പെരുമാറ്റങ്ങൾ, അതാണ് ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. അതായത് നമ്മൾ കൊടുക്കുക, അവരെ മാനിക്കുക, പരസ്പരം ഓണർ ചെയ്യുക. പലപ്പോഴും നമുക്കറിയാം, സ്ത്രീകളെ പരസ്യമായി അവരുടെ കുറവുകൾ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്, ഒരിക്കലും പാടില്ല. അല്ലെങ്കിൽ സ്ത്രീകളുടെ ബലഹീനതകൾ പറയുന്ന ഭർത്താക്കന്മാരുടെ ബലഹീനതകൾ, അതെല്ലാം മുറിയിൽ തീരേണ്ട വിഷയങ്ങളാണ്. ആ ചുവരിനുള്ളിൽ പുറത്തേക്ക് വരുമ്പോഴല്ല അതിർക്ക് മാന്യത കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കുക, നിങ്ങൾക്ക് അവർ കൊടുക്കേണ്ട സ്നേഹവും മാന്യതയും പരസ്പരം, ഞാനൊരു പാട്ടല്ല പറയുന്നു, ഇതെല്ലാം മാറ്റം വരും. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഈ ചെറിയ സന്ദേശത്തിൽ പറയാനുള്ളത്, ആ ബലഹീനത അവരുടെ ഒരു ബലഹീനത അവർ വളർന്നു വന്നൊരു സാഹചര്യമാണ്. അതിന് നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ, ഞാൻ പലപ്പോഴും ഈ മനുഷ്യ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ പലപ്പോഴും, ഞാൻ എല്ലാത്തിനും അല്പം ആക്റ്റീവ്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഭംഗിയായിരിക്കണം, ആ ടൈമിങ്, എല്ലാ കാര്യം. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളിലേക്ക് പലരും വരുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഒഫൻഡായിപ്പോൾ, നമുക്കങ്ങ് ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ എന്താ അത് ചെയ്യാൻ, നിങ്ങൾ ഇത്ര സമയം കൊണ്ട് അത് ചെയ്യേണ്ടതാണല്ലോ, ഒത്തിരി ഡിലേ ആയല്ലോ, എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ പ്രയാസം. അവരോട് പറയുമ്പോൾ അവർക്കും അത് പ്രയാസം. പക്ഷെ ഞാൻ ഈ അടുത്തോടെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരവരാണ്, അവരെ നമുക്ക് തിരുത്താൻ കഴിയും, അതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അവർക്ക് കഴിയുന്നതിനൊരു കപ്പാസിറ്റി ഉണ്ട്, അതിനപ്പുറത്തോട്ട് അവർക്ക് പറ്റത്തില്ല. ഒരു പരിധി വരെ പല കാര്യങ്ങളതൊക്കെ മാറ്റാൻ കഴിയത്തുള്ളൂ, അതിനപ്പുറത്തോട്ട് ഒട്ടും മാറാൻ കഴിയത്തില്ല. ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ജ്ഞാനത്തോട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവരെ നമ്മൾ ആക്കിയെടുക്കണമെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് പറ്റത്തില്ല. അവരും വില്ലിങ് ആയിരിക്കണം. ഒരു വ്യക്തി സ്വയമേ ഒരു തീരുമാനം പറയണം, എനിക്കൊരു മാറ്റം വരണം, എനിക്ക് അനുഗ്രഹിക്കപ്പെടണം. ഞാൻ എപ്പോഴും പറയും, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വാവ് വിളിച്ച് അമ്മ ഉരുള കൊടുക്കുമ്പോൾ ആ വാവ് വിളിച്ച് അത് വായിലിട്ട് കഴിച്ച് അരിച്ചിറക്കുന്ന കുഞ്ഞിന് വീണ്ടും വീണ്ടും അമ്മ എന്ത് ചെയ്യുന്നില്ല, ഉരുളയുടെ വലുപ്പം കൂട്ടും. കാര്യം കൊടുത്താൽ ഈ കുഞ്ഞ് കഴിക്കും. അതേസമയം ഈ കുഞ്ഞിൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വായുടെ വെളിയിൽ കുറച്ച് തൂങ്ങി കിടക്കുകയാണ്, കുറച്ച് താഴെ പോവുക, കഴിക്കത്തില്ല. ഇച്ചിരി ദേഷ്യമുള്ള മാതാവാണ്, ഇട്ടേച്ച് പോവും, 2 അടിയും കൊടുക്കും. അപ്പോൾ ഈ പലരും പല കാര്യങ്ങളിൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ തിരുത്താൻ വളരെ എളുപ്പം, സ്വീകരിക്കാൻ പറഞ്ഞതാ. ഞാൻ എപ്പോഴും പറയും, ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. എൻ്റെ പിതാവ് എപ്പോഴും എന്നോട് പറഞ്ഞൊരു ഭാവന ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ നിൻ്റെ പിതാവാണ്, പക്ഷേ ഞാൻ നിൻ്റെ ഗുരു, ശിഷ്യന്. അന്നത്തെ കാലത്ത് പറ്റവാക്ക് നമ്മൾ വിശ്വാസം അങ്ങനെ ചെയ്യുകയല്ല, അതങ്ങനെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ശിഷ്യത്വം. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ എടുക്കരുത്, പഠിക്കാവുന്നല്ല, നീ പഠിച്ചു. അതിനാണ് എന്നെ രവിവർമ്മ കോളേജിൽ കൊണ്ട് ചേർത്തത്. വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ എവിടെയും നമ്മൾ തികവില്ല. സുപ്രസിദ്ധ നമുക്കറിയാം, ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ യേശുദാസ്, അദ്ദേഹം പറയുന്നത്, ഇതുവരെ സംഗീതമാകുന്ന സാഗരത്തിൽ നിന്ന് ഒരു തുള്ളി എനിക്ക് ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ, വീണ്ടും പഠിക്കാൻ കിടക്കുക, ഈ യുഗം ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല. അപ്പം നമ്മൾ അങ്ങനെ മനസ്സിലാക്കാൻ, ഒരു കാര്യത്തിൽ പലരും കൊണ്ട് തിരുത്തി കൊടുക്കുന്ന ഇഷ്ടമല്ല, തിരുത്തുന്ന അതെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, അത് വിമർശനാത്മകമായിട്ടായിരിക്കരുത്. അവർക്ക് മനസ്സിലാണ്, അവരെ വളർത്താനാണ്, അവരെ സ്നേഹിക്കുന്നു എന്നുള്ള മനസ്സിലാണ്. വിമർശനം മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ വിമർശനത്തോടൊപ്പം തന്നെ അവരെ സ്നേഹത്തിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്തണം. ഒരു ഭാര്യ മനസ്സിലാകണം, എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു ഭർത്താവല്ല, കുറ്റപ്പെടുത്തുന്നത് ഞാൻ എനിക്ക് തിരുത്തപ്പെടാനാണെന്ന്. അങ്ങനെ തരത്തിൽ നമുക്ക്, ഞാൻ 1-2-3 കാര്യങ്ങൾ ഞാനിപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നതിന് 1-2 കാര്യം പറയുകയാണ്. ആ ഒരു വ്യക്തി എന്തായിരിക്കുന്നു, അവർക്ക് അതേ പറ്റത്തുള്ളൂ എന്നുള്ള ലെവലിൽ നാം അവരെ അംഗീകരിച്ച്
അവരുടെ ബലഹീനതകളെ നമ്മൾ മനസ്സിലാക്കി ഈ ബലഹീനതയിൽ നിന്ന് അല്പം അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ശ്രമിക്കാൻ കൂടെ ചെയ്യുമ്പോൾ വ്യക്തിയിൽ മാറ്റം വരിക മാത്രമല്ല, ബന്ധങ്ങളെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് പരസ്പരം ബഹുമാനം കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ ഇങ്ങനൊരു ഭാര്യയല്ല, ഇങ്ങനൊരു ഭർത്താവിനെ അല്ല, ഇങ്ങനൊരു കുഞ്ഞിനെ അല്ല, എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്ക് മങ്ങൽ വന്നിട്ടില്ല. ആ പ്രതീക്ഷ നിങ്ങളിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ വരും. ഉദാഹരണം, വിദേശത്ത് ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു ഇംഗ്ലീഷ് മെസ്സേജ് ഞാൻ കേട്ടതാണ്. അടിമയായ ആ കുഞ്ഞിനെ ആ മാതാപിതാക്കളോട് എപ്പോഴും പറയുന്നത് അവനെ പോലീസ് പിടിച്ചു, അവനെ വഴി പിടിച്ചു, അവനെക്കുറിച്ച് വലിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ മാതാവ് വിശ്വാസികളാണ്, ഈ പേരൻസ്. ആ പേരൻസ് ഇങ്ങനെ പറഞ്ഞു, വി നോ വൺ ഡേ ഹി വിൽ ചേഞ്ച് ആൻഡ് ഹി വിൽ ബി ചേഞ്ചിങ്. കർത്താവ് അവനെ മാറ്റും, അവന് മാറ്റം വരും. പക്ഷേ പ്രശ്നങ്ങളുടെ നടുവിലും അവരെന്തോ കീപ് കൺഫസിങ് ഗുഡ് തിങ്. ദേ വെർ ഓൺലി ടോക്കിംഗ് ദ പോസിറ്റീവ് വേർഡ്സ്. അവർ അത് മാത്രം പറഞ്ഞു. ഒരു ദിവസം അവർ പറഞ്ഞതുപോലെ ഈ പുള്ളി മാനസാന്തരപ്പെട്ടു, ചർച്ചിൽ വന്നു. പലരും പറഞ്ഞു, നിങ്ങളുടെ മക്കളെ വലിയ പ്രശ്നമായിരുന്നു, എൻ്റെ മകൻ കഴിഞ്ഞ ദിവസം പള്ളി വരുന്നു വന്നല്ലോ. പുള്ളി പറഞ്ഞു, ഞാൻ കാര്യത്തിൽ സർപ്രൈസ് അല്ലത്. കാരണം ഞങ്ങൾ എന്ത് മനസ്സിൽ ചിന്തിച്ചു. ഞാനൊരു സന്ദേശം തരാം, ഒരു കീവേഡ് തരാം. എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് മാറരുത്. അതാണ് പരിജ്ഞാനമില്ല പറഞ്ഞത്. എനിക്കൊരു ഭാര്യയല്ല പ്രതീക്ഷിച്ച്, ഇങ്ങനൊരു ഭർത്താവ്. എൻ്റെ ഹൃദയത്തിലേക്ക് ആ വെളിപ്പാട് വന്നപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ഭാര്യ വരുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ. അല്ല, ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയും ഞാൻ വിശ്വസിക്കുകയും ഞാൻ അവരെ സ്നേഹിക്കുകയും അവരെ കരുതുകയും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ലെവലിലേക്ക് ആ കുടുംബം, കുഞ്ഞുങ്ങൾ വരുന്നതായിട്ട് കാണും. അതുകൊണ്ട് ഇത് ഞാൻ നിർത്തുകയാണ്. പ്രത്യേകം നമ്മൾ മറ്റുള്ളവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അക്സെപ്റ്റ് ചെയ്യും. മാറ്റങ്ങൾ നമ്മളില്ല, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ചിന്താഗതിയിൽ. ഞാൻ എപ്പോഴും പറയും, വിവാഹ ജീവിതങ്ങളിൽ ഒരു സ്ത്രീയെ തരുമ്പോൾ ബലഹീനതയുടെ ഒരു കൂമ്പാരമായിരിക്കും തരുന്നത്, ഒരു പുരുഷൻ ബലഹീനതയുടെ കൂമ്പാരമായിരിക്കും. പക്ഷേ പരസ്പരം മനസ്സിലാക്കി, യെസ്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഞാനിങ്ങനെ പറയും, ചിത്രകാരനായുണ്ട്, ഞങ്ങളുടെ കയ്യിൽ തരുന്ന പ്ലെയിൻ ക്യാൻവാസ് ഞങ്ങളുടെ ആണ് ചിത്രം. കുറേ കഴിയുമ്പോൾ അതിനകത്ത് ഞങ്ങളെ പെൻസിൽ ഡ്രോയിങ്, പിന്നെ കളർ അപ്ലൈ ചെയ്യും. ഒടുവിൽ ഒരു ഫിഗറായിട്ടൊരു പോർട്രേറ്റായിട്ട് വരുന്ന പോലെ നമ്മളിൽ വരുമ്പോൾ ബലഹീനമായ, കുറവുള്ള, പണിയപ്പെടാത്ത, ഒന്നും അറിയാത്ത ഒരാളെ ലഭിക്കുന്നത്. പക്ഷേ കാലങ്ങൾ കൊണ്ട് മാറ്റം വരും. പക്ഷേ പലരും, ലെറ്റ് മീ ടെൽ യു, അൺഫോർച്ചുനേറ്റ്ലി യു നോ വാട്ട് ദേ ആർ ഡൂയിങ്. ദോസ് ഹു ആർ ആഫ്റ്റർ മാരേജ് വിതിൻ 2 months or 3 months they are trying to divorce. എന്താ കാരണം? അവർ ചിന്തിക്കുന്നത് അവരുദ്ദേശിക്കുന്ന ആളെ കിട്ടുന്നില്ല. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിലേക്ക് വരും. ആ സമയത്തെല്ലാം നിങ്ങൾ ചിന്തിക്കണം, യെസ്, ഞാൻ ആഗ്രഹിക്കുന്നൊരു ഭാര്യ, ഞാൻ ആഗ്രഹിക്കുന്നൊരു സുഹൃത്തിനെ. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പരസ്പരം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കി ഞാൻ നിർത്തട്ടെ. ആ വ്യക്തി ആയിരിക്കുന്നതിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക. കുടുംബജീവിതങ്ങളിൽ പരസ്പരം മനസ്സിലാക്കുക, ഞാൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ വരും. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി ആ കണ്ടീഷനല്ല, പക്ഷേ മാറ്റങ്ങൾ വരും. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ വരും. സർവശക്തനായ ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ ജീവിതം അടുത്തുയർത്താനും സുഹൃത്ത് ബന്ധങ്ങൾ വളർത്താനും അനുദിന ജീവിതത്തിൽ ജയകരമായി ജീവിക്കാനും ഈ ചെറിയ സന്ദേശം നിങ്ങളെ ഉപകരിക്കട്ടെ. ഇനിയും കാണും വരെ സർവശക്തനായ ദൈവം അവൻ്റെ ചരടിൽ നിങ്ങളെ മറക്കട്ടെ. ബ്ലെസ് യു.